എക്സാം പാറ്റേണിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരാം, നമ്മുടെ സ്റ്റഡി പ്ലാൻ. പക്ഷേ നിങ്ങൾ ജനറൽ അവയർനെസിൻ്റെ ഏരിയയുടെ ക്വിസ് കറക്റ്റായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക, ആൻഡ് ഫുൾ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഹായ്, നമ്മൾ SSC CGL ഒക്കെ സ്റ്റഡി പ്ലാനിനെ കുറിച്ചൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ ഒരു ഡിസ്കഷൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് വന്നിട്ടുള്ള ഒരുപാട് കമൻസ് ആയിരുന്നു. CHSLൻ്റെ കൂടി ഇതേപോലെ തന്നെ സ്റ്റഡി പ്ലാൻ ഇപ്പം വന്ന പുതിയ നമ്മുടെ എക്സാമിൻ്റെ കലണ്ടർ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ ആ ഒരു ചോദിച്ച ക്വസ്റ്റിൻ്റെ ഒരു ആൻസർ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത്. നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വരായിരിക്കുന്ന SSCയുടെ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സാം. എനിക്ക് തോന്നുന്നു SSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ മെയിനായിട്ട് നോക്കുന്ന 3 എക്സാംസാണ്, CGL, CSL, MTS. അതിൽ തന്നെ നമ്മുടെ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സാമാണ് SSC CHSL എന്ന് പറയുന്നത്. ആ ഒരു എക്സാമിൻ്റെ സ്റ്റഡി പ്ലാൻ അതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, പഠിക്കാനുള്ള ഏരിയാസ് എന്തൊക്കെയാണ്, എക്സാമിൻ്റെ പാറ്റേൺ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളടക്കം നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ അറിയാൻ പറ്റും. പ്ലസ് ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നവർ എങ്ങനെ നമുക്കിനി എത്ര ദിവസം ഉണ്ട്, അതിൻ്റെ ആ ദിവസങ്ങളുടെ ഇടയ്ക്ക് നമുക്ക് എന്തൊക്കെ ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്, അതിന് എങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള റഫ് സ്റ്റഡി പ്ലാൻ അടക്കം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ പ്ലാനിനെ നിങ്ങളുടെ രീതിയിലേക്ക് ചേഞ്ച് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിച്ചും തുടങ്ങാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇനി എക്സാമിന് വേണ്ടി വരാതിരിക്കുന്ന ടൈം എത്ര ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ SSC CSL നിങ്ങൾക്കറിയാം, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ, ഹയർ സെക്കൻഡറി പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് SSCയുടെ CHSL എന്ന് പറയുന്നത്. അപ്പോൾ പ്ലസ് ടു കംപ്ലീറ്റ് ആയ ഒരാൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ, ഒരിക്കലും പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എഴുതാൻ പറ്റില്ല. പ്ലസ് ടു കംപ്ലീറ്റ് ആയിട്ടുള്ള ഇപ്പം ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വരെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം എഴുതാൻ പറ്റും. ഉറപ്പായിട്ട് നിങ്ങൾ എഴുതി നോക്കണം എന്ന് ഞാൻ പറയും. നിങ്ങൾ ഈ വരാതിരിക്കുന്ന, ഇപ്പോൾ നമുക്കവിടെ ഒരു ലിമിറ്റ് ഒന്നും ഇല്ല, അതായത് 5 വട്ടം എഴുതാൻ പറ്റും അല്ലെങ്കിൽ 3 വട്ടം എഴുതാൻ പറ്റും എന്നൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഏജ് ലിമിറ്റ് കഴിയുന്നവരെ എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം ഓൾറെഡി ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുറച്ചെങ്കിലും ഒന്ന് പ്രിപ്പയർ ചെയ്തതിന് ശേഷം. സോ ദാറ്റ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഈ എക്സാം, ഇതിൻ്റെ ബെറ്റർ എക്സാംസ് ഒക്കെ എഴുതി ഗവൺമെൻറ്റിലെ ഏറ്റവും ടോപ്പ് ഓർഗനൈസേഷൻസിലേക്കൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ളൊരു വഴി കൂടിയാണ് ഈ SSC എക്സാംസ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഏറ്റവും നല്ല പേ സ്കെയിലും ഏറ്റവും നല്ല കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്നത്, കമ്പയർ ടു ഏതൊരു ജോബ് നോക്കിയാലും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു പാത്തിലേക്ക് ഉള്ള ഒരു സ്റ്റാർട്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴേ ചെയ്തു തുടങ്ങാം, ഈവൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നുള്ളത് കൂടിയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഹയർ CGL പോലത്തെ എക്സാംസിലേക്ക് നിങ്ങൾക്ക് പിന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഹായ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാം സ്റ്റാർട്ട് ആകുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജൂണിലെ എൻട്രിയുടെ എഡ്യൂഫെസ്റ്റും സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം പഠിച്ച് തുടങ്ങുന്നവർക്ക് ഈ ഒരു സ്പെഷ്യൽ ഓഫറിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ എക്സ്റ്റൻഡഡ് വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഈ ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ. ഇപ്പം തന്നെ ജോയിൻ ചെയ്യുമല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു SSC CHSൻ്റെ എക്സാമിലേക്ക് വരുമ്പം നിങ്ങൾക്ക് SSC CHSൻ്റെ കൂടെ തന്നെ എനിക്ക് ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുവാണ്. നിങ്ങൾ ഈ CSL പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ MTS കൂടി നോക്കുക. എന്തുകൊണ്ട് MTS എന്ന് പറഞ്ഞാൽ, MTS മൾട്ടി ടാസ്കിങ് സ്റ്റാഫ്, അത് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ വരെ എഴുതാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ CHSL പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും, നിങ്ങൾക്ക് ഈ SSCയുടെ MTS എഴുതാൻ പറ്റും. അതിൻ്റെ അത്യാവശ്യം ഈ CSSൻ്റെ വേക്കൻസിക്കാളും കൂടുതൽ വേക്കൻസി കൂടി വിളിക്കുന്ന ഒരു എക്സാം കൂടിയാണ് SSCയുടെ MTS. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. നിങ്ങൾക്ക് രണ്ടും എഴുതാൻ പറ്റും. നിങ്ങളുടെ ഏജ് 18 ഇയേഴ്സിൻ്റെ മേളിലാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഒരു പ്ലസ് ടു ഉള്ള ഏതൊരാൾക്കും, ഇപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ എക്സാം എഴുതാൻ പറ്റും. പ്ലസ് ടു കംപ്ലീറ്റഡ് ആയിരിക്കണം എന്നൊരു ഒറ്റ ക്രൈറ്റീരിയ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു എക്സാംസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതിൻ്റെ എക്സാം ഡേറ്റ്സും നമുക്കിനി ശരിക്കും എത്ര ദിവസം ഉണ്ട് പഠിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ നമ്മുടെ നോട്ടിഫിക്കേഷൻ, ആ ഒരു SSCയുടെ ഒഫീഷ്യൽ കലണ്ടർ, എക്സാം കലണ്ടർ, അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ കലണ്ടറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ആ ഒരു 9ാമത്തെ നമ്പറിലായിട്ട്, ഒഫീഷ്യൽ കലണ്ടറിൽ 9ാമത്തെ നമ്പറായിട്ട് നമുക്കവിടെ കൊടുത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ 10+2 ലെവൽ എക്സാമിനേഷൻ 2025. നമുക്ക് എക്സാമിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ ക്ലിയർലി കാണാൻ പറ്റും. 23 ജൂണിനാണ് ഈ എക്സാം ഡേറ്റ്, നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. ഇനി ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഏകദേശം ഒരു അറൗണ്ട് എന്താ പറയുക, ഒരു 20-25 ഡേയ്സ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ജൂലൈ 18 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് എക്സാം എപ്പോഴാണ് വരുന്നത്? എക്സാം വരുന്നത് നമുക്ക് 8 സെപ്റ്റംബർ തൊട്ട് 18 സെപ്റ്റംബർ. ഓക്കെ, 8 സെപ്റ്റംബർ ടു 18 സെപ്റ്റംബർ ആണ് നമുക്ക് എക്സാം നടക്കാൻ പോകുന്നത്. ഈ വർഷത്തെ SSC CSLൻ്റെ എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമുക്ക് ജൂണാണ്,
ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. അപ്പോൾ ഏകദേശം ഒരു 3 മാസത്തോളം സമയമേ നമുക്കിവിടെ കിട്ടുന്നുള്ളൂ. ആ ഒരു സംഭവമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തു തുടങ്ങാം. PCS എക്സാം ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വരുന്ന എക്സാംസിന് വേണ്ടി, ഫ്യൂച്ചർ എക്സാംസിന് വേണ്ടി നിങ്ങൾക്ക് നല്ലപോലെ പ്രിപ്പയർ ചെയ്യാം. ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യാം. ഒരിക്കലും എക്സാമിൻ്റെ തൊട്ട് മുമ്പ് പോയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ട് കാര്യമില്ല, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ അതിനെക്കുറിച്ച് മനസ്സിലാക്കി നിങ്ങൾ എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തു തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞ ആ ഒരു കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. എന്തുകൊണ്ട് നിങ്ങൾ CSന്റെ കൂടെ തന്നെ MTS കൊണ്ടുപോകണം എന്നുള്ളത്. അതിൻ്റെ തൊട്ട് പുറകെ തന്നെ എന്ത് എക്സാം വരുന്നുണ്ട്? നമ്മുടെ SSCയുടെ MTSന്റെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് ആൻഡ് ഹവൽദാർ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ആൻഡ് CBN എക്സാമിനേഷൻ 2025. നമുക്ക് ആ ഒരു കസ്റ്റംസിൽ ഹവൽദാറിന്റെ പോസ്റ്റ് അടക്കമാണ് നമുക്ക് ആ വിളിക്കുന്നത്. സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിലും ഉണ്ട്. സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സും സെൻട്രൽ ബ്യൂറോ ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്, ഇതിലേക്ക് ഹവൽദാറും അതേപോലെ തന്നെ നമ്മുടെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫും ഈ പോസ്റ്റുകൾക്കാണ് വിളിക്കുന്നത്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. 23-ാം തീയതി നമുക്ക് CSൽ വന്ന 26-ാം തീയതി നമുക്ക് എന്ത് വരും? SSCയുടെ MTS വരും. നമ്മുടെ 18-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണെങ്കിൽ ഇവിടെ 24-ാം തീയതി ലാസ്റ്റ് ഡേറ്റാ. നമ്മുടെ 18 സെപ്റ്റംബറിന് CSൽ തീർന്ന ഉടനെ 20 സെപ്റ്റംബറിൽ നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യും? നമ്മുടെ ഈ പറഞ്ഞ MTS സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും തൊട്ട് പോലെ തന്നെ ഈ ഒരു എക്സാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സാം എന്നല്ല, നിങ്ങൾ ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും? 2 എക്സാംസ് എഴുതാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഈ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക, എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി പഠിക്കാൻ എത്ര ദിവസം ഉണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ നല്ലപോലെ ക്ലിയർ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ എക്സാക്ട്ലി നമ്മളിപ്പം ഈ ഒരു ജൂൺ 10 തൊട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മാസം തൊട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ അടുത്ത ആ ഒരു എക്സാം ഡേറ്റ് വരെ നോക്കി കഴിഞ്ഞാൽ SSC CHSL എക്സാം പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് എക്സാക്ട്ലി 90 ഡേയ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് നമ്മുടെ ഈ പറഞ്ഞ MTS ആണെങ്കിൽ ഏകദേശം ഒരു 100-102 ദിവസം ഉണ്ട് എന്നും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്കിനി പഠിക്കാൻ ബാക്കിയുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് 3 months നിങ്ങളുടെ ഏറ്റവും നല്ല റിവിഷന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യാം. ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു എക്സാംസ് എഴുതാൻ ട്രൈ ചെയ്യാം. നിങ്ങളൊരു ഓൾമോസ്റ്റ് ഒരു 60-70% ഓഫ് സിലബസ് എങ്കിലും കവർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് 3 months കുറച്ചുകൂടി ഒന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നല്ലപോലെ കവർ ചെയ്തതിന് ശേഷം ലൈക്ക് നിങ്ങൾ ഏറ്റവും ടോപ്പ് സ്കോറിംഗ് ആയിട്ടുള്ള ഒരു 70-80% ടോപ്പിക്സും തീർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇനി മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഈ 3 മാസം നിങ്ങൾക്ക് സ്കോർസ് ഒക്കെ നിങ്ങളുടെ ആ ഒരു കട്ട് ഓഫിൻ്റെ അടുത്തേക്ക് എത്തിക്കാനും കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള എഫേർട്സ് നിങ്ങൾക്ക് ഇട്ട് തുടങ്ങാം. ആൻഡ് ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി വരായിരിക്കുന്ന എക്സാംസ് ഒക്കെ ട്രൈ ചെയ്ത് അതിൻ്റെ ശേഷം വരായിരിക്കുന്ന പിന്നുള്ള ബാക്കി എക്സാംസ് നിങ്ങൾക്കറിയാം. ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞാൽ MTS ഉണ്ട്, അത് കഴിഞ്ഞാൽ GD ഉണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ നമ്മളോട് ബാക്കിലോട്ട് കഴിയുമ്പോൾ പിന്നെ ആ എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. ആ എക്സാംസിനൊക്കെ നമുക്ക് 5-6 മാസം സമയമുണ്ട് പഠിക്കാൻ വേണ്ടി. അപ്പോൾ ആ ഒരു എക്സാംസ് അത് കഴിഞ്ഞ് അതിന് ശേഷം അടുത്ത വർഷം വരായിരിക്കുന്ന തുടക്കത്തിൽ വരായിരിക്കുന്ന ഈ എക്സാംസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് എഴുതാൻ പറ്റും. അപ്പം നിങ്ങൾ അത് എത്രയും പെട്ടെന്ന് ചെയ്ത് തുടങ്ങുക. എക്സാമിന് തൊട്ട് മുമ്പ് 2 മാസം മുമ്പ് അല്ലെങ്കിൽ 3 മാസം മുമ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരിക്കലും ഒരു കാര്യമില്ല. നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ നേരത്തെ തൊട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വരാനായതുകൊണ്ടാണ് നമ്മൾ ഈ ഇൻഫർമേഷൻ ഒന്നുകൂടി നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഈ ഒരു സ്റ്റഡി പ്ലാൻ കൂടി ഷെയർ ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സാമിനെ കുറിച്ച് ഒന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ SSCയുടെ CSS എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ അത് മെയിനായിട്ട് നമുക്ക് വരുന്ന 2 പോസ്റ്റുകളാണെന്ന് പറയാം. ഓക്കെ, ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഈ പറയുന്ന ജൂനിയർ സെക്രട്ടറിയൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ LDC എന്ന് നമ്മൾ ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്നും പറയും. പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. അതിൽ തന്നെ നമുക്ക് 2 കാറ്റഗറി ഉണ്ട്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഒന്ന് DEO ഡാറ്റ എൻട്രി ഓപ്പറേറ്ററും പിന്നെ അതിനുശേഷം അത് ഗ്രേഡ് Aയിൽ വരുന്നൊരു പോസ്റ്റ് കൂടി ഉണ്ട്. നമ്മുടെ 2 ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ പോസ്റ്റുകളാണ് നമുക്ക് അവിടെ വരുന്നത്. 2 ഗ്രേഡ് E വരുന്ന പോസ്റ്റുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൂടാതെ നമുക്ക് ആ ജൂനിയർ സെക്രട്ടറിയൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ LDCയുടെ പോസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു പേ സ്കെയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പേ ലെവൽ നമ്മുടെ ഈ ഒരു LDC വരുന്നത് പേ ലെവൽ 2ലും നമ്മുടെ ഈ ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വരുന്ന പേ ലെവൽ 4ലും അതുപോലെ ഇവിടെ പേ ലെവൽ 4 ആൻഡ് പേ ലെവൽ 5 ആ ഒരു കാറ്റഗറി വരുന്നതാണ്. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു സാലറിയുടെ ബേസിക് പേ എന്താണ്, അതിൻ്റെ സാലറി ഏകദേശം എത്രത്തോളം വരെ പോകും, നമ്മുടെ ബാക്കിയുള്ള അലവൻസുകളും കാര്യങ്ങളൊക്കെ ചേർത്ത് മുമ്പിലോട്ട് വരുമ്പോഴത്തേന്ന് എന്നുള്ളത് കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ പോസ്റ്റുകൾ. ഈ പോസ്റ്റുകളെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഈ ചാനലിൽ തന്നെ ചെന്നതിന് ശേഷം അവിടെ നിന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി. നമ്മുടെ ഈ ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അതുപോലെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻ്റെയൊക്കെ പോസ്റ്റുകൾ എന്താണ് അതിനെക്കുറിച്ച് മാത്രം ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിലും നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യുക. ഇപ്പോൾ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നവരാണെങ്കിൽ ബിക്കോസ് ഇനി മുമ്പിലോട്ടുള്ള അങ്ങോട്ട് ഒരുപാട് എക്സാംസ് വരാതിരിക്കുകയാണ്. അപ്പോൾ ഈ എക്സാമിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നാലും ശരി, ഇതിൻ്റെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് പോകാറുണ്ട്. അപ്പോൾ അത് പോയാലും ശരി, ഇതെല്ലാം തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി ഒന്നും മിസ്സാവാതെ നോട്ടിഫിക്കേഷൻ ആയാലും ശരി, ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആയാലും ശരി ഒന്നും മിസ്സാവില്ല. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി ചാനൽ നല്ലപോലെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി. ഇനി ഫ്യൂച്ചറിൽ വരുന്ന ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി. ബിക്കോസ് ഇനി അങ്ങോട്ട് ഒരുപാട് എക്സാംസ് ആണ് വരാതിരിക്കുന്നത്. ആൻഡ് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് വരുമ്പോഴും ഡെഫിനറ്റ്ലി ഇപ്പോൾ SSC മാത്രമല്ല നിങ്ങൾക്കറിയാം റെയിൽവേയുടെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് എക്സാംസ് വരാനുണ്ട്. ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ അതുപോലെ ബാങ്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ഇവിടെ നിന്നായിരിക്കും
കിട്ടുന്നത്. ഇനി നമുക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എക്സാമിൻ്റെ ഒരു രീതിയിലേക്ക് വരുന്ന കഴിഞ്ഞാൽ എക്സാം എങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ SSC CS എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് നമുക്ക് ഒന്ന് ആദ്യമേ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമും രണ്ടാമത്തെയും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. നമുക്ക് 2 ഫേസിലായിട്ടാണ് ഈ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് ആദ്യമേ ഈ ഒരു എക്സാം അപ്ലൈ ചെയ്തതിനു ശേഷം ഫസ്റ്റ് ഒരു എക്സാം കാണും. ആ എക്സാം എഴുതി അത് ക്ലിയർ ചെയ്യുന്നവർക്ക് സെക്കൻഡ് ഒരു എക്സാം കൂടി കാണും. ആ ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമേ സെക്കൻഡ് എക്സാംസ് ഉണ്ടായിരിക്കത്തുള്ളൂ. ആ എക്സാം കൂടി ക്ലിയർ ചെയ്തതിനു ശേഷമാണ് നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പാറ്റേൺ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ആ ഒരു ഡീറ്റെയിൽഡ് പാറ്റേൺ നമുക്ക് നമ്മുടെ SSC CSSL Tier 1 എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ SSCയുടെ CGLൻ്റെ അതേ സെയിം എക്സാം പാറ്റേൺ ആണ്. പാറ്റേണൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, നിങ്ങൾ സ്റ്റഡി പ്ലാൻ കാണാൻ വേണ്ടി വന്നവരാണ്. സോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു പാറ്റേൺസ് ഒക്കെ ഓൾറെഡി അറിയായിരിക്കും. ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് പറയാം. നമ്മുടെ റീസണിങ് ഏരിയ ഉണ്ട്, ജനറൽ അവയർനെസ് ഏരിയ ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ആൻഡ് ഇംഗ്ലീഷ് ഉണ്ട്. ഈ 4 ഏരിയ ആണ് നമുക്കിപ്പം CGL ആയാലും CSL ആയാലും MTS ആയാലും അങ്ങനെ CP ആയാലും സെലക്ഷൻ പോസ്റ്റ് ആയാലും ഇതിനൊക്കെ തന്നെ പഠിക്കാനുള്ള ഏരിയാസ് ഈ 4 ഏരിയാസ് ആണ്. സിലബസിൽ ഒരു മാറ്റവും ഇല്ല. നിങ്ങൾക്ക് ചില സിമ്പിൾ എക്സാംസ് ആകുമ്പോൾ അവിടെ പഠിക്കുന്നതിൻ്റെ ടോപ്പിക്സിൻ്റെ എണ്ണം കുറയുകയും ചെയ്യും. അതും നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി നമുക്കവിടെ ക്വസ്റ്റിൻ്റെ കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസ് ടോപ്പിക്കിൽ നിന്നും നമുക്ക് അല്ലെങ്കിൽ ഓരോ ഏരിയയിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് വെച്ചാണ് നമുക്ക് വരുന്നത്. ഓരോ ക്വസ്റ്റിനും ക്യാരി ചെയ്യുന്ന 2 മാർക്ക് വെച്ചാണ്. സോ 100 ക്വസ്റ്റ്യൻ നമുക്ക് മൊത്തം 200 മാർക്കും. അതിൻ്റെ എക്സാം നടക്കുന്നത് നമുക്ക് 1 മണിക്കൂറിലാണ് നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇത് Tier 1 എക്സാമിൻ്റെ പാറ്റേൺ ആണ്. ഇത് കഴിഞ്ഞ ശേഷം Tier 2 എക്സാം പാറ്റേണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ Tier 2യുടെ പാറ്റേൺ. കുറച്ചുകൂടി ഒരു വലിയ പാറ്റേൺ ആണ് എന്ന് പറയാം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ പല സെഷൻസ് ആയിട്ടും പല സെക്ഷൻസ് ആയിട്ടും പല മോഡ്യൂൾസ് ഒക്കെ ആയിട്ട് തിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ എക്സാം 2 സെഷൻ ആയിട്ടാണ് നടക്കുന്നതെന്ന് പറയാം. ആദ്യത്തെ സെഷൻ ഒരു 2.25 മണിക്കൂറുടെ സെഷനാണ്. ഈ 2.25 മണിക്കൂറുടെ സെഷനിൽ അതിനെ 3 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3. സെക്ഷൻ 1 എന്ന് പറയുമ്പോൾ അവിടെ 2 മോഡ്യൂൾസ് വരുന്നുണ്ട്. 2 മോഡ്യൂൾസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ മാത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും 2 നമ്മുടെ റീസണിങ്ങും. ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ 2 വരുന്നുണ്ട്. സെക്ഷൻ 2ൽ നമുക്ക് 2 മോഡ്യൂൾസ് ആണ് വരുന്നത്. ഒന്ന് ഇംഗ്ലീഷും പിന്നെ നമ്മുടെ ജനറൽ അവയർനെസ്സും. ഇനി സെക്ഷൻ 3ൽ നമുക്ക് 1 മോഡ്യൂളാണ് വരുന്നത്. അത് കമ്പ്യൂട്ടർ നോളജിൻ്റെ ടെസ്റ്റ് ആണ് വരുന്നത്. ഇത്രയാണ് നമ്മുടെ എക്സാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു സെഷൻ 2 എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷൻ 3ൻ്റെ അകത്ത് തന്നെ വരുന്ന ഒരു സ്കിൽ ടെസ്റ്റ് ആണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് വരാം, അതിലേക്ക് നമുക്ക് വരാം. ഇനി ഇതിൻ്റെ ക്വസ്റ്റിൻ്റെ കൗണ്ടൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 30 ക്വസ്റ്റിനും റീസണിംഗ് നിന്ന് 30 ക്വസ്റ്റിനും ഓരോ ക്വസ്റ്റിനും ക്യാരി ചെയ്യുന്ന 3 മാർക്ക് വെച്ചും ആൻഡ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. -1 ആണ് നെഗറ്റീവ് മാർക്കിംഗ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ആൻഡ് Tier 1 ആണെങ്കിൽ അത് പോയിന്റ് നമുക്കവിടെ ഒരു ക്വസ്റ്റിന് 2 മാർക്കും നെഗറ്റീവ് വന്നാൽ 0.5 ആണ് നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മാത്സും റീസണിംഗ് മാത്രം എഴുതാൻ നമുക്ക് എത്ര സമയം കിട്ടുന്നുണ്ട്? 1 മണിക്കൂർ സമയം കിട്ടുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും ഈ 2 ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കി കാണും. ഇംഗ്ലീഷിൻ്റെ വെയിറ്റേജ് ആണ് ഏറ്റവും കൂടുതൽ, 40 ദിവസമാണ് വരുന്നത്. നമ്മുടെ ജനറൽ അവയർനെസ്സിൽ നിന്ന് 20 ദിവസമാണ് വരുന്നത്. എഗെയിൻ ക്വസ്റ്റിൻ്റെ മാർക്കിൽ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് എങ്ങനെ തന്നെ മാർക്കിംഗ് വരുന്നത് ഒരു ക്വസ്റ്റ്യൻ 3 മാർക്ക് വെച്ചാണ് വരുന്നത്. ആൻഡ് അഗെയിൻ ഇവിടെയും 1 മണിക്കൂറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മൊത്തം ഇവിടെ 180 മാർക്ക് വരുന്നുണ്ട്, ഇവിടെയും നമുക്ക് 180 മാർക്സ് വരുന്നത്. ക്വസ്റ്റിന് കൗണ്ട് ഓവറോൾ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ മൊത്തം 60ഉം ഇവിടെയും മൊത്തം 60 തന്നെ വരുന്നത്. ഇവിടെ ഇംഗ്ലീഷ് 40ഉം ജനറൽ അവയർനെസ് 20ഉം ആണ് വരുന്നത്. ഇനി ഇത് കഴിഞ്ഞ് നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഏരിയ ഉണ്ട്. കമ്പ്യൂട്ടറിൻ്റെ ഏരിയയിൽ നിന്ന് നമുക്ക് വരുന്ന 15 ക്വസ്റ്റിനാണ്. ഓരോ ക്വസ്റ്റിനും അതേപോലെ തന്നെ 3 മാർക്കും എന്ന് പറഞ്ഞാൽ 3 × 15 45 മാർക്കാണ് വരുന്നത്. അതിന് മാത്രം ഒരു സെപ്പറേറ്റ് 15 മിനിറ്റ് ആണ് വരുന്നത്. ഇനി ഇതിന് ശേഷമാണ് നമ്മുടെ ടൈപ്പിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്കിൽ ടെസ്റ്റ് വരുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലാതെ ഈ എക്സാം കഴിഞ്ഞ് ഇതിൻ്റെ റിസൾട്ട് വന്നിട്ടല്ല കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു എക്സാം കഴിഞ്ഞ ഉടനെ ഈ 2.25 മണിക്കൂർ കഴിഞ്ഞ ഉടനെ ഒരു ചെറിയ എന്താ പറയുക ഒരു ചെറിയ സമയം കഴിയുമ്പോൾ തന്നെ ഉടനെ എന്ത് ചെയ്യും ഈ ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു 15 മിനിറ്റിൻ്റെ ഒരു എക്സാമാണ്. നമുക്കവിടെ 2 പാർട്സ് ആയിട്ട് നടക്കുന്നത്. ഒരു പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്. പാർട്ട് എ നമ്മുടെ DOEക്ക് വേണ്ടിയുള്ള സ്കിൽ ടെസ്റ്റ് ആയിരിക്കും, അതൊരു 15 മിനിറ്റ്. രണ്ടാമത്തെ ടൈപ്പിംഗ് ടെസ്റ്റ് അത് LDCക്ക് വേണ്ടിയുള്ളത് 10 മിനിറ്റ്. അങ്ങനെയാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. ബിക്കോസ് അവിടെ 2 പോസ്റ്റുകളും 2 ഡിഫറെൻറ്റ് രീതിയിലാണ് ആ ഒരു സ്കിൽ ടെസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ Tier 2യുടെ എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് Tier 1 ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ Tier 2യുടെ ഒരു ഐഡിയയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിൻ്റെ സിലബസിലേക്ക് വന്നാൽ ഇതാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ സിലബസൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ യൂസിന് വേണ്ടി. നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തേക്കുന്ന അതേ ഒരു സിലബസ് ആണ് കൊടുത്തേക്കുന്നത്. അതിനുശേഷം ഇതാണ് നമ്മുടെ റീസണിങ്ങിൻ്റെ സിലബസ്. ആൻഡ് ദെൻ ഇതാണ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസ്. അത് കുറച്ച് വലുതാണ്. ഇത് നമ്മുടെ നേരത്തെ നമ്മൾ കണ്ടത് അരിത്തമാറ്റിക് ഏരിയാസിൻ്റെയും അതുപോലെ ഈ കാണുന്നത് അഡ്വാൻസ് മാത്സിൻ്റെ ഏരിയ, നമ്മുടെ ട്രിഗ്നോമെട്രി, ഓൾജിബ്ര, ജോമെട്രി, മെൻസുറേഷൻ, അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ജനറൽ അവയർനെസ്സിൻ്റെ ഏരിയ, നമ്മുടെ GKയുടെ ഏരിയ, നമ്മുടെ കറണ്ട് അഫയേഴ്സ് അങ്ങനെയുള്ള ഏരിയ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ എക്സാം പാറ്റേണിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരാം, നമ്മുടെ സ്റ്റഡി പ്ലാൻ. ഹായ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാം സ്റ്റാർട്ട് ആകുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജൂണിലെ എൻട്രിയുടെ എഡ്യൂഫെസ്റ്റും സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം പഠിച്ച് തുടങ്ങുന്നവർക്ക് ഈ ഒരു സ്പെഷ്യൽ ഓഫറിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ എക്സ്റ്റൻഡഡ് വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഈ ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ. അപ്പോൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുമല്ലേ?
അപ്പോൾ സ്റ്റഡി പ്ലാനിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഓൾറെഡി ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യാൻ പോകുമായിരിക്കും. അപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഈ 4 സെക്ഷനും മൊത്തം 60 മിനിറ്റ് ആണെങ്കിലും നിങ്ങൾ ഓരോ സെക്ഷനും വേണ്ടി ഒരു ടൈം അലോട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഞാൻ ജനറൽ ഈ റീസണിങ്ങിൻ്റെ ഏരിയ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു 15 മിനിറ്റ് എടുക്കത്തുള്ളൂ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ടൈം ഫിക്സ് ചെയ്യണം. അപ്പോൾ പലരും 12 തൊട്ട് 15 മിനിറ്റിലാണ് അത് ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ 15 മിനിറ്റിൽ തീർക്കാൻ പറ്റിയാലും പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒരു 12 മിനിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാൻ നോക്കണം. അതുപോലെ നമ്മുടെ എക്സാം ടഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സമയം എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അതിനെ 15 മിനിറ്റ് അകത്തേക്ക് കൊണ്ടുവന്നിട്ട് പറ്റുവാണെങ്കിൽ ഒരു 12 മിനിറ്റിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ ജനറൽ അവയർസിൻ്റെ ഏരിയ അതൊരു 4.5 തൊട്ട് 5 മിനിറ്റ് ആണ് എടുക്കേണ്ടത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഏരിയ ആണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്. നമ്മളതൊരു 20 മിനിറ്റ് ആണ് അവിടെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ 25 മിനിറ്റ് കൊടുത്തിട്ട് നമുക്ക് അതിനെ 20 മിനിറ്റിലേക്ക് കൊണ്ടുവരണം. ആൻഡ് ഫൈനലി നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഏരിയ നമുക്കതൊരു 10 മിനിറ്റ്, ചിലവരതിനെ ഒരു 7 മിനിറ്റ് 8 മിനിറ്റിൽ വരെ തീർക്കാറുണ്ട്. പക്ഷേ ഒരു 10 തൊട്ട് 12 മിനിറ്റിൻ്റെ അകത്ത് നിങ്ങളത് തീർക്കാൻ നോക്കണം. അതിനേക്കാളും ആ ടൈമിനെ കുറച്ച് കൊണ്ടുവരാൻ നോക്കണം. പക്ഷേ ഈ ഒരു ടൈം ബൗണ്ട് നിങ്ങൾ നിന്ന് ചെയ്ത് പഠിക്കണം. നിങ്ങൾ ഒരു ടൈം ഒരു സെഷൻ അലോട്ട് ചെയ്താൽ ആ ടൈം ആയി കഴിഞ്ഞാൽ പിന്നെ 1 മിനിറ്റ് കൂടി എടുത്തിട്ട് ബാക്കി കൂടി ചെയ്തേക്കാം അങ്ങനെ വിചാരിക്കുന്നതിന് പകരം അവിടെ വെച്ച് നിർത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, തൊട്ടടുത്ത ഏരിയയിലേക്ക് പോകണം. ഓക്കെ, എന്നാൽ മാത്രമേ അടുത്ത മോക്ക് ചെയ്യുമ്പം ആ ടൈമിനുള്ളിൽ തന്നെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ വരത്തുള്ളൂ. നിങ്ങളവിടെ റിലാക്സ്ഡ് ആയിട്ട് 1 മിനിറ്റ് കൂടി ഇവിടെ കൊടുക്കാം, 2 മിനിറ്റ് കൂടി ഇവിടെ കൊടുക്കാം എന്നൊരു ആംഗിളിലേക്ക് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, സ്പീഡ് ഇമ്പ്രൂവ് ആയി വരത്തില്ല. സോ നിങ്ങൾ ഒരു ടൈം അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ റീസണിങ് 15 മിനിറ്റ് എടുക്കത്തുള്ളൂ എന്നൊരു ടൈം അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 15 മിനിറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ വെച്ച് റീസണിങ് തീർക്കണം. നിങ്ങളത് ചിലപ്പോൾ 24 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരിക്കും, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയേ ബാക്കി ഉണ്ടായിരിക്കത്തുള്ളൂ. എന്നാലും ആ ഒരു ക്വസ്റ്റ്യൻ നോക്കാൻ നിൽക്കല്ല, നേരെ നിങ്ങൾ അടുത്ത സെഷനിലേക്ക് പോവുക. അവസാനം സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വന്നിട്ട് ആ അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എന്നാലും നിങ്ങളത് മോക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ ആ ഒരു മൊത്തം ക്വസ്റ്റ്യൻസും ആ ഒരു ടൈം ലിമിറ്റിൽ നിന്നുകൊണ്ട് കവർ ചെയ്യും. ആ ടൈമിനെ പിന്നെ കുറച്ച് കൊണ്ടുവരാനേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. ഓക്കെ, സോ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. അത് നിങ്ങൾ ഫ്രം ദ വെരി ബിഗിനിങ് മോക്ക് ടെസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തൊട്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. പക്ഷേ ആ സ്റ്റഡി പ്ലാൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, ഒന്ന് ആ ഒരു സ്റ്റഡി പ്ലാൻ ഒരു ഇനിയിപ്പോൾ ഒരു നെക്സ്റ്റ് 3 മന്ത്സ് അത്യാവശ്യം ഫുൾ ടൈം കൊടുത്ത് പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരു രീതിയിലാണ് സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ ചിലപ്പോൾ വർക്കിംഗ് ആയിരിക്കും, ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പം കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇതിൽ കാണിച്ചേക്കുന്ന പോലത്തെ ഒരു ടൈം ചിലപ്പം കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ അത് ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ കൊടുത്തേക്കുന്ന ടൈമിനെ നിങ്ങളുടെ രീതിയിലേക്ക്, നിങ്ങൾക്ക് അലോട്ട് ചെയ്യാൻ പറ്റുന്ന ടൈമിൻ്റെ രീതിയിലേക്ക് മാറ്റി. ഇപ്പോൾ അവിടെ 2 മണിക്കൂറാണ് കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിന് 1 മണിക്കൂർ കൊടുക്കുക. പക്ഷേ ആ ഒരു ഷെഡ്യൂളിനെ നിങ്ങൾ ചെറുതായിട്ട് ടൈം നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം, നിങ്ങൾ വർക്കിംഗ് ആയിരിക്കും, നിങ്ങൾ പലർക്കും പല രീതിയിലുള്ള ടൈം ആയിരിക്കും കിട്ടാൻ പോകുന്നത്. സോ ആ ഒരു ടൈമിനനുസരിച്ച് നിങ്ങൾ ആ സ്റ്റഡി പ്ലാൻ ഒന്ന് മാറ്റിയെടുത്തിട്ട് നിങ്ങൾ ആ സ്റ്റഡി പ്ലാൻ അതേപോലെ തന്നെ ഫോളോ ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. സ്റ്റഡി പ്ലാനെ ഇമ്പ്രൂവും ചെയ്യുക. ഓക്കെ, ഒരിക്കലും ഈ പ്ലാൻ എക്സാക്ട്ലി ഇതേപോലെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാനെ ഇമ്പ്രൂവ് ചെയ്യാം, പക്ഷേ കുറയ്ക്കല് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്ത് കൂട്ടാനേ നോക്കാവൂ. ഓക്കെ, ഓൾറെഡി ഉള്ളതിനെ നമ്മൾ ഒരിക്കലും വെട്ടിക്കുറയ്ക്കാൻ പാടില്ല. എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾക്ക് ഈ കാണിക്കുന്ന സ്റ്റഡി പ്ലാനിൽ കൂടാതെ തന്നെ നിങ്ങൾക്കൊരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ആ പ്ലാനിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. അതിനെ ചെറുതായിട്ടൊക്കെ നിങ്ങളുടെ ടൈമൊക്കെ അലോട്ട് ചെയ്ത് നിങ്ങൾ ചേഞ്ച് ചെയ്ത് നിങ്ങളത് നിങ്ങളുടെ രീതിയിലേക്ക് മാറ്റിയെടുത്ത് നിങ്ങളത് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്റ്റഡി പ്ലാനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇനി ഒരു 90 ഡേയ്സ് ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു 90 ഡേയ്സ് വെച്ചുകൊണ്ടായിരിക്കും ഞാൻ ഈ സ്റ്റഡി പ്ലാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാം എക്സാം ഫസ്റ്റ് ഡേ ആയിരിക്കത്തില്ല, ചിലവിടെ എക്സാം 5th ഡേ ആയിരിക്കും, 7th ഡേ ആയിരിക്കും. അപ്പോൾ അവിടെ എക്സ്ട്രാ ടൈം കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ എക്സ്ട്രാ ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ മോക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇനി നമുക്ക് സ്റ്റഡി പ്ലാനിലേക്ക് വരാം. അപ്പോൾ ഒരു SSC CSSL ഹയർ സെക്കൻഡറി SSC CSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ 2025 ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ എല്ലാ ടോപ്പിക്സിനെയും വളരെ നല്ലപോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ കണ്ട ആ ഒരു സിലബസ് നിങ്ങൾ കണ്ടു കാണും. അതൊരു പാരഗ്രാഫ് പോലെ കൊടുത്തിരുന്നത്, അത് നമ്മുടെ നോട്ടിഫിക്കേഷൻ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കൺഫ്യൂസിങ് ആണ്. ചിലപ്പോൾ അതിൻ്റെ എല്ലാ ടോപ്പിക്കും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ലായിരിക്കും. പല ടോപ്പിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ പെട്ടെന്ന് മാത്സിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന ഒരു ടോപ്പിക്കാണ് ടൈം ആൻഡ് വർക്ക്. പക്ഷേ അതിൽ പൈപ്സ് ആൻഡ് സിസ്റ്റം പറയുന്നില്ല. പക്ഷേ ടൈം വർക്കിൻ്റെ കൂടെ എന്തുണ്ട്, പൈപ്സ് ആൻഡ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുത്തേക്കുന്ന സിലബസ് നോക്കുകയാണെങ്കിൽ അവിടെ പല ഏരിയാസും പല ടോപ്പിക്സും മിസ്സാവാൻ സാധ്യതയുണ്ട്. അത് അവിടെ ഓൾറെഡി ഉണ്ട്, പക്ഷേ അത് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പോൾ ആ ഒരു ഇഷ്യൂസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് മാറും. ഇവിടെ എല്ലാ ടോപ്പിക്സിനെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർലി എന്താ പറയുക, നമുക്ക് ആ ലിസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ആ ടോപ്പിക്കിൻ്റെ ലിസ്റ്റ് ഇവിടുന്ന് എടുക്കാൻ നേരത്തെ ആ സിലബസ് തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തേക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് അവിടെ ഒരു നമ്പർ ഓഫ് ഡേയ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ്,
നമുക്ക് അതിൽ വരുന്ന ടോപ്പിക്സിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടൈം കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും ആ ടൈം നിങ്ങൾ എക്സാക്ട്ലി ഫോളോ ചെയ്യുന്ന നിർബന്ധമില്ല. ഇപ്പോൾ ചിലർക്ക് മാത്സ് സ്ട്രോങ് ആയിരിക്കും, അവർക്ക് അത്രയും സമയം അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിലർക്ക് ഇംഗ്ലീഷ് സ്ട്രോങ് ആയിരിക്കും, അവർക്ക് ആ പറയുന്ന ഒരു സമയം 2 മണിക്കൂർ ചിലപ്പോൾ വേണ്ടി വരത്തില്ല, ചിലപ്പോൾ 1 മണിക്കൂർ കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് തന്നെ ഫോളോ ചെയ്യുക. പക്ഷേ ഈ ഒരു ഏരിയ, ഓക്കെ, ഈ ഒരു ജനറൽ അവയർനെസ്സിൻ്റെ ഏരിയ, ഇവിടെ ഒരു കോംപ്രമൈസും പാടില്ല. മിനിമം 1 hour ഡെയിലി കൊടുക്കണം, പറ്റുവാണെങ്കിൽ അത് 2 hour കൊടുക്കാൻ നോക്കണം. പക്ഷെ അത് വളരെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ആൻഡ് ടിൽ എക്സാമിൻ്റെ തലേന്ന് വരെയും അത് അതേപോലെ തന്നെ ഫോളോ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ ടൈം നിങ്ങളുടെ രീതിക്ക് മാറ്റിക്കോ, പക്ഷേ ഈ ടൈം നിങ്ങൾ മാറ്റാൻ പാടില്ല. 1 hour നിങ്ങൾ അത് എത്ര നല്ലപോലെ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക് ആണെങ്കിൽ റിവൈസ് ചെയ്യുക, വീണ്ടും റിവൈസ് ചെയ്യുക. അതിൻ്റെ അകത്ത് ഫാക്ട്സ് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോഴത്തെ നിങ്ങൾ കറണ്ട് ഫാക്ട്സ് ഉണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾ അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിനെയൊക്കെ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ടോപ്പിക്കിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ആദ്യത്തെ നമ്മളൊരു കുറച്ച് ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഈ ടോപ്പിക്സ് ഒക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. അതൊന്ന് റിവൈസ് ചെയ്യുക. എല്ലാ ടോപ്പിക്സും ഫോർമുലാസും ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി നമ്മുടെ റീസണിങ്ങിൻ്റെ ടോപ്പിക്സിനൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ജനറൽ അവയർനെസ്സിൻ്റെ ഏരിയ അത് അതേപോലെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അവിടെ പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും പറയുന്നില്ല. ആൻഡ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഏരിയ ആയാലും നിങ്ങൾക്കറിയാം, ആ ഒരു ഏരിയാസൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ആ റിവൈസ് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ആദ്യമേ കുറച്ച് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിൻ്റെ അകത്ത്. അത് നമ്മുടെ ഈ ഒരു നോർമൽ നമ്മുടെ ഗ്രാമർ ഏരിയാസൊക്കെ ആദ്യം നമ്മളൊന്ന് കവർ ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പിന്നെ നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്സിലേക്ക് പോകേണ്ടത്. ആൻഡ് പിന്നെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആൻഡ് അത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ബെറ്റർ ആക്കിക്കൊണ്ടേ ഇരിക്കുക. ആൻഡ് ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തു പോവുക. ഇതിൻ്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ചെയ്തു പോയാൽ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റൻസ് വരുന്നത്, ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, ഏതാണ് വളരെയധികം ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചേക്കുന്നത്, മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക്സ് ഏതൊക്കെയാണ്, മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ ക്ലിയർലി മനസ്സിലാവത്തുള്ളൂ. ഹായ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാം സ്റ്റാർട്ട് ആകുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജൂണിലെ എൻട്രിയുടെ എഡ്യൂഫെസ്റ്റും സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം പഠിച്ച് തുടങ്ങുന്നവർക്ക് ഈ ഒരു സ്പെഷ്യൽ ഓഫറിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ എക്സ്റ്റൻഡഡ് വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഈ ഒരു 1 time ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ. അപ്പോൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുമല്ലേ? ഇപ്പോൾ ആദ്യത്തെ കുറച്ച് ആ ഒരു ഏരിയാസാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയാസ് കവർ ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക, അതിന് അഡ്വാൻസ് പ്രാക്ടീസിലേക്ക് പോകാം. അഡ്വാൻസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്തൊരു 30 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 31ാമത്തെ ദിവസം തൊട്ട് വീണ്ടും ആ ഒരു ടോപ്പിക്സിൻ്റെയൊക്കെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അതിനുശേഷം അതേപോലെ തന്നെ നമ്മുടെ റീസണിങ്ങും അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ചെയ്ത് നോക്കുക. ഓരോ ദിവസം ഓരോ ടോപ്പിക്സ് ആയിട്ട് അലോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജനറൽ അവയർനെസ് അതേപോലെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആൻഡ് നമ്മുടെ ആ ഒരു ഇംഗ്ലീഷും അതേപോലെ തന്നെ ചെയ്യുക. ഇതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഈ ഒരു ടോപ്പിക്സ് റിവൈസ് ചെയ്യുക, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ സെക്ഷണൽ മോക്ക് ടെസ്റ്റിന് വേണ്ടി ഒരു സമയം മാറ്റി വെക്കുക. സെക്ഷണൽ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മാത്സിൻ്റെ ക്വാണ്ടിറ്റി ആപ്റ്റിൻ്റെ മാത്രം 25 ക്വസ്റ്റിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് മാറ്റി വെക്കുക, അത് ചെയ്യുക. അതിൻ്റെ അകത്ത് ഏതെങ്കിലും വിട്ടുപോകുന്ന ടോപ്പിക്സ് ഉണ്ടായിരിക്കും. എല്ലാ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും എപ്പോഴും വിട്ടുപോകുന്ന ചില ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക. ഇത് പാറ്റേൺ എല്ലാത്തിലും ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. വൺസ് അഗെയിൻ നിങ്ങൾ ആ ഒരു 30 days ഇതേപോലത്തെ പാറ്റേൺസ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവസാനത്തെ ഒരു 30 days നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട മൊത്തം തന്നെ നിങ്ങളുടെ സെഷണൽ മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ ഫുൾ മോക്ക് ടെസ്റ്റിലുമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. സെഷണൽ മോക്ക് ടെസ്റ്റ് അവസാനത്തെ 30 days നിങ്ങളുടെ ഏറ്റവും വീക്കായിട്ടുള്ള ഏതെങ്കിലും 1-2 ഏരിയയ്ക്ക് വേണ്ടി മാത്രം ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് മാത്സും ഇംഗ്ലീഷും ആണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിൽ ആ 2 ഏരിയ മാത്രം നിങ്ങൾ സെഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്താൽ മതി. അതും ഓക്കെ ആണെങ്കിൽ അതും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു ടൈം കൂടി എന്തിനു വേണ്ടി കൊടുക്കുക, ഒരു ഫുൾ മോക്ക് ടെസ്റ്റിന് വേണ്ടി കൊടുക്കാൻ ട്രൈ ചെയ്യുക. പക്ഷേ നിങ്ങൾ ജനറൽ അവയർനെസ്സിൻ്റെ ഏരിയയുടെ ക്വിസ് കറക്റ്റായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേയിരിക്കുക. ആൻഡ് ഫുൾ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. മോക്ക് ടെസ്റ്റ് നിർത്താൻ പാടില്ല. ആ ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്ത് തുടങ്ങണം, നേരത്തെ ചെയ്ത് തുടങ്ങണം. ആക്ച്വലി നിങ്ങൾ ആ ഒരു എന്താ പറയുക, ഒരു 31ാമത്തെ ദിവസം തൊട്ടേ ചെയ്ത് തുടങ്ങണം. ആൻഡ് നിങ്ങളത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ലാസ്റ്റ് 30 days നിങ്ങൾ പറ്റുവാണെങ്കിൽ ഡെയിലി 2 അല്ലെങ്കിൽ പറ്റുവാണെങ്കിൽ 3 എണ്ണം ഈ സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ ഒന്ന് കുറച്ചുകൊണ്ട് നിങ്ങൾ ഫുൾ മോക്ക് ടെസ്റ്റുകൾ ഫോളോ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ മുമ്പിലോട്ട്. ആൻഡ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അടുത്ത് വരുന്ന ഒരു 90 days നിങ്ങളെ കൊണ്ട് പറ്റുന്നതിൻ്റെ അത്രയും എക്സ്ട്രീം ലെവലിൽ നിങ്ങൾ ആ ഒരു പ്രിപ്പറേഷൻ നല്ലപോലെ കൊണ്ടുപോകുക. ഈ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഇനി കുറച്ച് ദിവസത്തിൻ്റെ അകത്ത് വരും. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. പക്ഷേ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ടൈം മാത്രം അത് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുക. ബട്ട് അതർവൈസ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതേപോലെ എക്സാക്ട്ലി ഫോളോ ചെയ്ത് നിങ്ങളുടെ ഓൾറെഡി പഠിച്ച കാര്യങ്ങളെ മാക്സിമം റിവൈസ് ചെയ്ത് മാക്സിമം റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ഒരു കാര്യം ഒരു വട്ടം പഠിച്ചാൽ പോലെ റിപ്പീറ്റ് ചെയ്താലേ അത് ശരിയായി വരത്തുള്ളൂ. സോ മാക്സിമം റിപ്പീറ്റ് ചെയ്ത് അതിനെ ഓക്കെ ആക്കി എടുക്കാം.
ഓക്കെ അല്ലേ? ഇനി ഇപ്പം പഠിച്ച് തുടങ്ങുന്നവരാണ്, ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പേരെങ്കിലും കാണും ആദ്യമായിട്ടൊക്കെ പഠിച്ച് തുടങ്ങിയവർ, അല്ലെങ്കിൽ റീസെൻ്റ്ലി ഇപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഈ ഫീൽഡിലേക്ക് വന്നവർ, പഠിച്ച് തുടങ്ങിയവർ. ഓക്കെ, അപ്പോൾ അവർക്ക് ഡെഫിനറ്റ്ലി ആദ്യമായിട്ടൊക്കെ പഠിച്ച് തുടങ്ങുന്ന സമയത്ത് കുറേ ഇഷ്യൂസ് കാണും അല്ലേ? എന്തൊക്കെയാണ് നമുക്ക് ഏതൊക്കെയാണ് പഠിക്കാനുണ്ടല്ലോ എന്നൊരു ഐഡിയ കിട്ടത്തില്ല. നമ്മൾ നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് അതിൻ്റെ സിലബസ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ പാരഗ്രാഫ് ആയിരിക്കും കൊടുത്തേക്കുന്നത്. അതിൽ എന്തെങ്കിലും ടോപ്പിക് മിസ്സാവുന്നുണ്ടോ, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള എല്ലാത്തിൻ്റെ അവസാനം എക്സെട്ര കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എക്സെട്ര കാരണം എന്തെങ്കിലും വിട്ടുപോകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അത് പഠിക്കാനുള്ള നോട്ട്സ്, സിലബസ്, ക്ലാസ്സസ്, ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ നിങ്ങളൊരു കുറച്ചുകൂടി ഒരു സമയമൊക്കെ എടുത്ത് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് ഇപ്പോൾ വരുന്ന എക്സാംസ് ഡെഫിനറ്റ്ലി അറ്റൻഡ് ചെയ്യുക. പക്ഷേ അടുത്ത വട്ടം വരാതിരിക്കുന്ന എക്സാംസും പിന്നെ ഈ വർഷം അവസാനം ആകുമ്പോഴത്തേനും വരാതിരിക്കുന്ന SSCയുടെ വേറെ ഒരുപാട് എക്സാംസ് ഉണ്ട്, ലൈക്ക് SSCയുടെ GDയും അങ്ങനെയുള്ള എക്സാംസ് ഒക്കെ. അപ്പോൾ ആ എക്സാംസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് നല്ലപോലെ കുറച്ചുകൂടി സമയം എടുത്ത് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാച്ചസിൻ്റെ കൂടെ ഒക്കെ ജോയിൻ ചെയ്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഈ പറയുന്ന സെൽഫായിട്ട് ഇടുന്ന എഫോർട്സ് കുറച്ചുകൂടി കുറച്ചുകൊണ്ട് ഓൾറെഡി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്ലാസ്സസ് ആയാലും അതൊക്കെ റെക്കോർഡായിട്ട് കിട്ടും. നിങ്ങൾക്ക് അതിൻ്റെ അഡ്വാൻസ് ലൈവ് സെഷൻസ് കിട്ടും, ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള ഏരിയസ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അവിടെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട്സ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് കിട്ടും. പിന്നെ ഇത് കൂടാതെ തന്നെ മോക്ക് ടെസ്റ്റുകളായാലും ക്വിസുകളായാലും PYQs ആയാലും ഒക്കെ തന്നെ ഡിസ്കഷൻസ് നടക്കുകയും ചെയ്യും. ആൻഡ് ആപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം എല്ലാത്തിലും AI ബിൽഡ് ചെയ്താണ് വരുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ആ മോക്ക് ടെസ്റ്റുകളൊക്കെ അനലൈസ് ചെയ്യാനും വീക്ക് ആയിട്ടുള്ള ഏരിയാസൊക്കെ അനലൈസ് ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു നിങ്ങളിപ്പം ജസ്റ്റ് ഒരു എക്സാം മാത്രമല്ല, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പം പഠിച്ച് തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈവൻ എന്ത് ചെയ്യാം, ഒരുമിച്ച് ഒരേപോലത്തെ എക്സാം, സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് എല്ലാം കൂടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്തും തുടങ്ങാം. ലൈക്ക് ഇപ്പം ചിലർ SSC, റെയിൽവേ, ബാങ്ക് എക്സാംസ് എല്ലാം കൂടി ഒരുമിച്ച് കുറച്ചുകൂടി സമയം എടുത്ത് നിങ്ങൾക്ക് ഒരേപോലെ വരുന്ന ഏരിയാസ് ഒക്കെ ഒരുമിച്ച് കവർ ചെയ്ത് പിന്നെ എക്സ്ട്രാ വരുന്ന ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് ഇത് കുറച്ചുകൂടി സമയം എടുത്ത് സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന മാക്സിമം എക്സാംസ് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ അവിടെ വരുന്നത് നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് ഫൗണ്ടേഷൻ ബാച്ചസ് ഉണ്ട് അവിടെ. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ SSCക്ക് വേണ്ടിയും ബാങ്കിന് വേണ്ടിയൊക്കെ തന്നെ ക്രാഷ് കോഴ്സുകളും നൈറ്റ് ബാച്ചുകളും അതിന് വേണ്ടിയായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ബാച്ചസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് കൂടാതെ ഇപ്പം ആരെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് എല്ലാം ഒരുമിച്ച് ഫോക്കസ് ചെയ്യാം, കുറച്ചുകൂടി സമയം എടുത്ത് എന്നൊക്കെ പ്ലാൻ ഉള്ളവരാണെങ്കിൽ അവർക്ക് സെൻട്രൽ ഗവൺമെൻറ് ഫൗണ്ടേഷൻ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാം. ആ ഒരു ബാച്ചസിൽ എങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു 4 ലെവലിലായിട്ടാണ് അതിൻ്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുന്നത്. ആദ്യമേ സിലബസ് കവറേജ് ആയിരിക്കും നടക്കുന്നത്. അതിനുശേഷം പിന്നെ വീക്കർ ഏരിയാസ് ഫോക്കസ് ചെയ്യും. അതിനുശേഷം പിന്നെ പ്രാക്ടീസും ലാസ്റ്റിൽ നമ്മുടെ Tier 2 ലെവൽ ക്വസ്റ്റ്യൻസും അങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ ആയിരിക്കും പിന്നെ അവിടെ ഫോക്കസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ ബാച്ച്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയാസ് ഒക്കെ ഇങ്ങനെ 4 ലെവലിലായിട്ടായിരിക്കും പ്രാക്ടീസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി നല്ലപോലെ കവർ ചെയ്യാനും ഒരേപോലത്തെ എക്സാംസ് ഒക്കെ ഒരുമിച്ച് കവർ ചെയ്യാനും പിന്നെ അതിനുശേഷം ബാക്കിയുള്ള എക്സ്ട്രാ ടോപ്പിക്സ് ഒക്കെ എക്സ്ട്രാ കവർ ചെയ്യാനും വീക്കുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്യാനും ഒക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ അഡീഷണൽ ബെനിഫിറ്റ്സും സമയം കിട്ടുവാണ്. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇത് കൂടാതെ തന്നെ ഇപ്പം പഠിച്ച് തുടങ്ങുന്നവർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പഠിച്ച് തുടങ്ങുന്നവർ, ഇപ്പം നമ്മുടെ ഈ ഒരു ജൂൺ മന്ത് നമ്മുടെ എൻട്രിയുടെ തന്നെ എഡ്ജിഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റൈറ്റ് ടൈം കൂടിയാണ് ഈ ബാച്ചസിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സാധാരണ ഓൺലൈൻ ബാച്ചസിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു വാലിഡിറ്റി ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ആ വാലിഡിറ്റി ഉണ്ടായിരിക്കത്തില്ല. നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ ആ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പം ജോലി കിട്ടുന്നവരെ നിങ്ങൾക്ക് ഈ ഒരു വാലിഡിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ ഒരിക്കലും നിർത്തേണ്ടി വരില്ല. നിങ്ങൾക്ക് പഠിച്ച് ആ ഒരു ജോലി മേടിക്കുന്നവരെ നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ടേയിരിക്കാം. നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതൊരു വളരെ നമുക്ക് വളരെ റയറായിട്ട് മാത്രം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതെന്ന് പറയുന്നത്. ഇത് ഈ ഒരു മാസം മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് കറക്റ്റായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതെ യൂസ് ചെയ്യുക. ഇവൻ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഡെഫിനറ്റ്ലി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. കൂടാതെ എന്തെങ്കിലും ഓഫർ പ്രൈസുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിനെക്കുറിച്ചും കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8714764666 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തും നിങ്ങൾക്ക് ഈ സെൻട്രൽ ഗവൺമെൻറ് ഫൗണ്ടേഷൻ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാം. സോ ഐ ഹോപ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മുടെ ഒരുപാട് എക്സാംസ് ആണ് SSCയിൽ വരാതിരിക്കുന്നത്. ഈ എക്സാംസ് ഒക്കെ തന്നെ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഫാമിലിയും ബാക്കിയുള്ള മെമ്പേഴ്സിൻ്റെ ഒക്കെ തന്നെ ഫ്യൂച്ചർ കൂടി ഒരു ചേഞ്ച് ചെയ്യും, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ ചേഞ്ച് ആവും. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നും മിസ്സാക്കരുത്. ഏറ്റവും നല്ലൊരു പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴും ബാക്കി ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ വീണ്ടും നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.